ഹലോ ഗായ്സ്, അങ്ങനെ അടുത്തിറങ്ങി നമ്മൾ പാത്തുവിനെയൊക്കെ യാത്രയാക്കിയ ശേഷം നമ്മൾ വീട്ടിൽ വന്നൊന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി അപ്പോഴത്തേക്ക് മറുവീട്ടിലും പോകാനുള്ള വണ്ടികളൊക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു. പിന്നെ സ്ഥലം കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ റെഡിയായി ഇറങ്ങി വണ്ടിയിൽ കയറിയപ്പം തന്നെ അത്യാവശ്യം ആദ്യം വന്ന 2 വണ്ടിയും അത്യാവശ്യം ഫുള്ളായി തുടങ്ങിയിരുന്നു. പിന്നെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടി. ഇന്ന് സീറ്റൊക്കെ പിടിച്ച് നമ്മൾ വണ്ടിയിലൊക്കെ കയറിയിരുന്ന് പിന്നെ അവൻ്റെ ഹാജി ബേബി അടുത്തിരുത്തി വെച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആളെ നിന്ന് റെഡിയാക്കി എടുത്ത് ആ ഉറക്കത്തിൻ്റെ മൂഡ് ഓഫ് വിട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ചെറുക്കൻ്റെ വീട്ടിലെത്തി. നമ്മൾ അവൻ്റെ ഈ ചെയ്ത ഡേറ്റയുടെ ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കയറി പാത്തുവിനെ കണ്ട് ഈ മുഖം വല്ലാതിരിക്കുന്നത് വിഷമം കൊണ്ടാക്കി വിഷമം മാറിയിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ എല്ലാം നടന്ന വീടും പരിസരമൊക്കെ നമ്മൾ കണ്ട് ഈ പിന്നാലെ നടക്കുന്നത് വെള്ളത്തിന് വേണ്ടി. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ഐസ്ക്രീം വിളമ്പുന്നത് കണ്ട് അന്നേരം പിന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ എല്ലായിടത്തും യാത്രയൊക്കെ പറഞ്ഞ് കണ്ട് നമ്മൾ ബസ്സിൽ തിരിച്ചു വരാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. നല്ല ലൈറ്റും മ്യൂസിക്കൊക്കെ ഇട്ട് വന്ന് പിന്നെ ആൾ ഡാൻസായിരുന്നു. പിന്നെ പിള്ളേർ സെറ്റെല്ലാം കൂടെ ചേർന്ന് വണ്ടിയിൽ ഡാൻസും ബഹളവും ഒക്കെ ആയി. അങ്ങനെ വീടെത്തിയപ്പോഴത്തേക്ക് ഒരു വണ്ടി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 2ാമത്തെ വണ്ടിയിലാണ് വന്നത്. ഇനിയും വണ്ടികൾ വരാനുണ്ട്. പിന്നെ നമ്മൾ കയറി ശേഷം ആ വണ്ടികളും വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് പിള്ളേർക്ക് അവർ റോഡിൽ കിടന്ന് കുറച്ച് ഡാൻസൊക്കെ കളിച്ച്